എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മാർച്ച് മാസത്തിലെ 1 മുതൽ 10 വരെ തീയതികളിലെ ഏതാനും ചില ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൽ പുതുതായി നിലവിൽ വരാൻ പോകുന്ന സൈബർ പോലീസ് സ്റ്റേഷൻ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. കേരളത്തിൽ പുതുതായി നിലവിൽ വരാൻ പോകുന്ന സൈബർ പോലീസ് സ്റ്റേഷൻ ഏത് ജില്ലയിലാണ്? കോഴിക്കോട്. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഷഹബാസ് ഷെരീഫ്. മധ്യവേനൽ അവധിക്കാലത്ത് 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ മാതൃഭാഷാ ശേഷി വികസിപ്പിക്കാൻ നടപ്പാക്കുന്ന പദ്ധതി? മലയാള മധുരം. മധ്യവേനൽ അവധിക്കാലത്ത് 1-2 ക്ലാസ്സുകളിലെ കുട്ടികളുടെ മാതൃഭാഷാ ശേഷി വികസിപ്പിക്കാൻ നടപ്പാക്കുന്ന പദ്ധതി? മലയാള മധുരം. കനത്ത ചൂടിനെ ചെറുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളും സംഘടനകളും വെള്ളം, മോര്, സംഭാരം, ORS ലായനി എന്നിവ സൗജന്യമായി നൽകുന്ന പദ്ധതി? തണ്ണീർപന്തൽ. സംസ്ഥാനത്ത് ആദ്യമായി ഗവർണർ നേരിട്ട് സസ്പെൻഡ് ചെയ്ത സർവകലാശാല വൈസ് ചാൻസലർ? ശശീന്ദ്രനാഥ്. സംസ്ഥാനത്ത് ആദ്യമായി ഗവർണർ നേരിട്ട് സസ്പെൻഡ് ചെയ്ത സർവകലാശാല വൈസ് ചാൻസലർ? ശശീന്ദ്രനാഥ്. മിനിക്കോയ് ദ്വീപിൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ നാവിക താവളം? INS ജഡായു. മിനിക്കോയ് ദ്വീപിൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ നാവിക താവളം? INS ജഡായു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. ലോകത്തിലെ ആദ്യ 3D പ്രിൻ്റർ മസ്ജിദ് നിലവിൽ വന്നത് എവിടെ? ജിദ്ദ. KSA. ബാങ്കുകളിലെ ക്ലർക്കിൻ്റെ പുതിയ പേര്? കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്. ബാങ്കിലെ ക്ലർക്കിൻ്റെ പുതിയ പേര്? കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്. ബാങ്കുകളിലെ പ്യൂണിൻ്റെ പുതിയ പേര്? ഓഫീസ് അസിസ്റ്റൻറ്റ്. ബാങ്കുകളിലെ പ്യൂണിൻ്റെ പുതിയ പേര്? ഓഫീസ് അസിസ്റ്റൻറ്റ്. പാകിസ്ഥാൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആസിഫ് അലി സർദാരി. പാകിസ്ഥാൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ആസിഫ് അലി സർദാരി. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത്? സാറ ജോസഫ്. മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത്? സാറ ജോസഫ്. ഗർഭചിത്രം ഭരണഘടനാ അവകാശമാക്കിയ ആദ്യ രാജ്യം? ഫ്രാൻസ്. ഗർഭചിത്രം ഭരണഘടനാ അവകാശമാക്കിയ ആദ്യ രാജ്യം? ഫ്രാൻസ്. 2023 തകഴി സ്മാരക പുരസ്കാരം നേടിയത് ആര്? MK സാനു. 2023 തകഴി സ്മാരക പുരസ്കാരം നേടിയത് ആര്? MK സാനു. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം? കൊൽക്കത്ത. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി? സുധാ മൂർത്തി. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി? സുധാ മൂർത്തി. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഫാരിയർ. വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഫാരിയർ. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം? ബീഹാർ. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്ന സംസ്ഥാനം? ബീഹാർ. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിൻ? നെല്ലിക്ക. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിൻ? നെല്ലിക്ക. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം? സഹജീവനം സ്നേഹഗ്രാമം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പുനരധിവാസ ഗ്രാമം? സഹജീവനം സ്നേഹഗ്രാമം. താങ്ക് യു.